ഹലോ മൈ ഡിയർ ലവ്സ്, എല്ലാവർക്കും 333 ദ എംപ്രസ് ഓഫ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണ് എന്നുള്ള ഒരു റീഡിംഗ് ആണ്. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിൻ്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്, അങ്ങനെയുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾ ആരെക്കുറിച്ചാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണെക്കുറിച്ച് ചിന്തിച്ച് ആ ഒരു പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പേര് 3 തവണ മനസ്സിൽ പറഞ്ഞ് വളരെ റിലാക്സ്ഡായി ഈ ഒരു റീഡിങ്ങിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് നിങ്ങളിത് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ കോഴ്സ് പഠിക്കാനും താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പേഴ്സൺ ലൈഫിലേക്ക് വന്നത്? 7 ഓഫ് പെൻറ്റക്കിൾ, Two of Cups, Two of Pentacles, Temperance, Knight of Pentacles, Chariot, Empress, Ace of Swords. ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡ്സിലൂടെയാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്തിനാണെന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു റീഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ റീഡിങ്ങിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങൾ കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ്. ജെൻഡർ കാറ്റഗറി, ഓൾ ജെൻഡർ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആകണം എന്നില്ല. പക്ഷേ റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കമൻറ്റിലൂടെ ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ അറിയാം, ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഈ ഒരു റീഡിങ് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ആദ്യം കാണുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു ബന്ധം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്, നിങ്ങളൊരു സ്ത്രീ ആകാം അല്ലെങ്കിൽ ഒരു പുരുഷനാകാം. അപ്പോൾ സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മസ്കുലിൻ എനർജിയാണ് ഈ വ്യക്തി. അതായത് അതുപോലെ തന്നെ നിങ്ങളിത് കാണുന്നത് ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഫെമിനൈൻ എനർജി ആയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫെമിനൈൻ മസ്കുലിൻ യൂണിയൻ വരുമ്പോഴാണ് നിങ്ങളിലൊരു പൂർണ്ണത എത്തുന്നത്. അപ്പോൾ ആ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു 2 ഓഫ് കപ്സ് കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബന്ധം, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ ഫെമിനൈൻ മസ്കുലിൻ യൂണിയൻ ആണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. ഇതൊരു ശിവനും ശക്തിയും തമ്മിലുള്ള, അതല്ലെങ്കിൽ അർദ്ധനാരീശ്വര ഒരു സങ്കല്പത്തിലുള്ള ഒരു ബന്ധമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഫെമിനിൻ മസ്കുലിൻ യൂണിയൻ ആയിട്ടുള്ള ഒരു ഡിവൈൻ ഫെമിനിൻ മസ്കുലിൻ യൂണിയൻ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയ ശേഷം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയ ശേഷം നിങ്ങളിലൊരു പൂർണ്ണത, നിങ്ങളുടെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി കൂടി വന്നപ്പോഴാണ് കംപ്ലീഷനിലേക്ക് എത്തിയത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് പല കുറവുകളും ഉണ്ടായിരുന്നിരിക്കണം. നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക, അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, മറ്റ് പല കുറവുകളായിട്ട് നിങ്ങൾക്ക് തോന്നുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ, അങ്ങനെയുള്ള ചിന്തകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഇൻകംപ്ലീഷൻ എന്നുള്ളത് മാറി ഒരു കംപ്ലീഷൻ്റെ ഫേസിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ ചിലരുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ വന്നിട്ട് ദീർഘകാലത്തേക്ക് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരിക്കില്ല.
അതായത് കുറച്ച് നാളത്തേക്ക് വന്ന് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ഒരു ബന്ധമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയമാണെങ്കിലും നിങ്ങളുടെ മസ്കുലൈൻ എനർജി അല്ലെങ്കിൽ ഫെമിനിൻ എനർജിയിൽ നിൽക്കുന്ന നിങ്ങൾ ആ ഒരു എനർജി കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങളെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ബന്ധമായിട്ടാണ് അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി നോക്കിയാലും അറിയാം, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മേജർ ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ്റെ സമയത്ത് ഒരു മേജർ പോയിന്റിലായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സണ് സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുള്ളതായിട്ട് ഇവിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ഒരു പ്രധാന ഘടകം, ഒരു പ്രധാനമായിട്ടും ഒരു റോള് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഒന്നുകിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പാസ്റ്റ് ലൈഫിലോ അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൻ്റെ പാസ്റ്റിലോ നിങ്ങൾ ഇട്ടിട്ടുള്ള എഫേർട്ടിന് റിവാർഡായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു റിവാർഡായിട്ട് ഗോഡ് സെൻഡ് ചെയ്ത് അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പേഴ്സണെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കാണിച്ചിട്ടുള്ള ക്ഷമയ്ക്കും നിങ്ങളുടെ കാത്തിരിപ്പിനും ഒക്കെയുള്ള ഒരു റിവാർഡായിട്ടാണ് ദൈവം ഈ ഒരു വ്യക്തിയെ, ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് സെൻഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് എങ്ങനെ ഒരു റിലേഷൻഷിപ്പിനെ ക്ഷമയോടും സ്നേഹത്തോടും മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ അതിനെ ഒരു ഫുൾഫില്ലിംഗ് ആക്കി നല്ലൊരു ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ് ആക്കി എടുക്കണം, അല്ലെങ്കിൽ ബന്ധങ്ങളെ എങ്ങനെ നർച്ചർ ചെയ്ത് അതിനകത്ത് നല്ലൊരു രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി അതിനെ ഒരു ഫ്രൂട്ട്ഫുൾ ആക്കി എടുക്കണം എന്നൊക്കെ നിങ്ങളെ പഠിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പഠനം തന്ന ഒരു ബന്ധമായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾ കാണിക്കുന്നതും ബാലൻസിങ് ആണ്. നിങ്ങൾ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് ഈ ഒരു ബന്ധം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി നോക്കിയാലും അറിയാം, ഇവിടെ ലൈഫിൽ നിങ്ങൾക്ക് അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും ലൈഫ് എപ്പോഴും നേരായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കില്ല പോകുന്നത്. നമ്മുടെ ലൈഫിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസും ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് ജീവിതം നമ്മൾക്ക് ഒരുപാട് ലെസൺസ് തരും അല്ലേ. അപ്പോൾ ലൈഫിൽ അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ കാര്യങ്ങളെ കൂടുതൽ ഫ്ലെക്സിബിളായിട്ട് കൈകാര്യം ചെയ്യണം, അപ്പം എങ്ങനെ ലൈഫിനെ ബാലൻസ് ചെയ്യണം, എങ്ങനെ ലൈഫിൽ സിറ്റുവേഷൻസിനെ ഫ്ലെക്സിബിളായിട്ട് കൈകാര്യം ചെയ്യണം, എങ്ങനെ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യണം എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവം നിങ്ങളിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഒരു പേഴ്സൺ. അപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. റിലേഷൻഷിപ്പിന് എന്തിന് പ്രയോറിറ്റി കൊടുക്കണം, ഏത് കാര്യമാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനോ സാധിച്ചിട്ടുണ്ട്. നിങ്ങളിൽ കിടക്കുന്ന ഇന്നർ ചൈൽഡ് ആയിട്ടുള്ള വൂൺസൊക്കെ മായ്ക്കാനും അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനും ഒക്കെ ഈ ഒരു ബന്ധം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള കഴിവുകൾ നിങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ടാകാം. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ചിലരെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ശേഷം നിങ്ങളിൽ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളിലുള്ള സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റിയൊക്കെ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷം ഈ ഒരു സ്പിരിച്വാലിറ്റിയും സ്പിരിച്വൽ അവേക്കനിങ്ങും ഒക്കെ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ വന്ന ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾ കൂടുതൽ കുറച്ചും കൂടി സ്പിരിച്വലി ഇവോൾവ് ആയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഈ വ്യക്തി വന്ന ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൂടുതൽ സ്പിരിച്വലി കണക്റ്റഡ് ആയി. അപ്പോൾ ചിലരെ സംബന്ധിച്ചത് നിങ്ങളുടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വന്ന ശേഷം നിങ്ങൾ സ്പിരിച്വൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലെ സ്പിരിച്വാലിറ്റിയെ ഉണർത്താനായിട്ടും നിങ്ങളെ കൂടുതൽ ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യിപ്പിക്കാനുമുള്ള ബന്ധമായിട്ടും ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എനർജിയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ എനർജിയും ചാരിയോട്ടും കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്, ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തി, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ വന്ന ശേഷം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണെന്ന് സ്വയം തിരിച്ചറിയാതെ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെയൊക്കെ നിങ്ങൾ പല കാര്യങ്ങളിലും
ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതെയൊക്കെ നിന്നിട്ടുള്ള സമയത്ത്, ആ ഒരു സമയത്തായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് മടി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ മനസ്സ് മടുത്തിരുന്ന സമയത്തായിരിക്കണം മുന്നോട്ടൊരു മാർഗമില്ലാതെ, അല്ലെങ്കിൽ തീർത്തും ഒറ്റപ്പെട്ട് വിഷമിച്ചിരുന്ന സമയത്തോ, അല്ലെങ്കിൽ ജീവിതം തന്നെ ഇനി മുന്നോട്ടില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു വ്യക്തി ആ ഒരു സമയത്ത് ദൈവം നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിയെ എത്തിച്ചു തന്നത്. അതായത് നിങ്ങൾക്ക് ലൈഫിനെ കുറിച്ച് ഒരു ധാരണയുണ്ടാകാനും, നിങ്ങൾക്ക് സ്വയം പല കാര്യങ്ങളും തിരിച്ചറിയാനും, ജീവിതത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താനും, വ്യക്തത വരുത്താനുമൊക്കെ ഈ ബന്ധം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വളരെ നിർജീവമായിട്ടിരുന്ന ഒരു സമയത്ത് ആ ഒരു സമയം നിങ്ങൾ ചിന്തിച്ചിരുന്ന ഇപ്പോൾ പോകുന്ന പോലെയൊക്കെ അങ്ങ് പോയാൽ മതി, അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്കൊരു ഡ്രീം ഇല്ലായിരിക്കാം, ഒരു ലൈഫിനെക്കുറിച്ചൊരു ദിശാബോധമില്ലാതിരിക്കുന്ന സമയം, ഒരു ലൈഫിൽ പ്രത്യേകിച്ച് ഗോൾസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നിരിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനും, നിങ്ങളെ തിരിച്ചറിയാനുമൊക്കെ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ കടന്നുവരവ് ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ലൈഫിനെ മുന്നോട്ട് വളരെ പാഷനേറ്റായിട്ട് മുന്നോട്ട് നോക്കി കാണാനും, നല്ലൊരു വിഷൻ സെറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് കൂടുതൽ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് ധീരമായിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, ധീരമായിട്ട്, ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാനുമൊക്കെ ആയിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കാനുള്ളൊരു ഘടകമായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബന്ധമായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉണർവും ഉന്മേഷവും നൽകാനായിട്ടും, നിങ്ങൾക്ക് ഒരു ദിശാബോധം ഉണ്ടാക്കിയെടുക്കാനുമൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ട ശേഷം, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം, നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങളും പുതിയ സ്വപ്നങ്ങളുമൊക്കെ നിങ്ങൾ കാണാൻ പഠിച്ചു. അതിനുവേണ്ടി പ്രയത്നിക്കാനായിട്ട് തുടങ്ങിയത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന ശേഷവും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു പോയ ശേഷവും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഇപ്പോഴും ആ ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. പക്ഷേ ചിലരെ സംബന്ധിച്ച് ഇതൊരു നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ഒക്കെ എടുത്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഫെമിനൈൻ മസ്കുലിൻ യൂണിയൻ, ആ ഒരു എനർജി ബാലൻസിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാനും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനുമൊക്കെ ആയിട്ട് വന്നു പോയിട്ടുള്ളൊരു ബന്ധമായിട്ട് വേണം നിങ്ങളിതിനെ കാണാനായിട്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വന്ന ശേഷവും അവർ വരുന്നതിന് മുമ്പായിട്ടുമുള്ള ഒരു ലൈഫ് നിങ്ങൾ അതിൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആ വ്യക്തി കൊണ്ടുവന്നിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളിപ്പം ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ശേഷവും വന്നു പോയ ശേഷവും ഒക്കെ നിങ്ങളുടെ ലൈഫിലൊരു അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ പ്രതീക്ഷയോട് കൂടിയിട്ടും പ്രത്യാശയോട് നിങ്ങൾ നോക്കി കാണാൻ പഠിച്ചത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന ശേഷമാണ്. നിങ്ങൾ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ബന്ധമായിട്ടാണ് ഇവിടെ ഈ ഒരു എംപ്രസ് കാർഡ്. ഒരു എംപ്രസിനെ പോലെ നിങ്ങൾ വളരെ നല്ലൊരു പേഴ്സണെ, അല്ലെങ്കിൽ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, മാനസികമായിട്ടൊക്കെ ഒരുപാട് നല്ല ഗുണങ്ങളുള്ള, നിങ്ങളെ കൂടുതൽ ഫെർട്ടൈലാക്കി, നിങ്ങളെ കൂടുതൽ മൂല്യത്തോടു കൂടി കാണുന്ന, നിങ്ങളുടെ മൂല്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോൾ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സോൾ ആഗ്രഹിച്ചിരുന്ന സമയത്ത്, അങ്ങനെ ഒരു ബന്ധം ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് ഈ ഒരു എംപ്രസ് എനർജി, ഒരുപാട് അബൻഡൻസും ഒരുപാട് പ്രതീക്ഷകളും ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് സന്തോഷകരമായിട്ടുള്ളൊരു നിറവോട് കൂടിയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ആകാനായിട്ട് ഈ ഒരു പേഴ്സൺ, ഈ ഒരു വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷനിലേക്കുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കാം. നല്ലൊരു ട്രാൻസിഷനിലേക്കൊക്കെ ഉള്ളൊരു ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളിലെ തന്നെ സൗന്ദര്യത്തെയും നിങ്ങളുടെ തന്നെ വാല്യൂസിനെയും ഒക്കെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വളരെ ഫെർട്ടൈലാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയതും ഈ ഒരു ബന്ധത്തിലൂടെയാണ്.
അപ്പോൾ ഒരുപാട് നിങ്ങളുടെ കാർമികമായിട്ടുള്ള ഡെറ്റ്സ് ഒക്കെ റിലീസ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി വന്നതിലൂടെ, ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് എത്തിയതിലൂടെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി വന്ന ശേഷം അല്ലെങ്കിൽ പോയ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ പ്രൊഫഷണൽ ലൈഫിലോ ഒക്കെ ഒരുപാട് നല്ല മാറ്റങ്ങൾ അതിനുശേഷം റിഫ്ലക്ഷൻസ്, അങ്ങനെയുള്ള റിഫ്ലക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഏസ് ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നത് തന്നെ ഈ ഒരു പേഴ്സൺ വരുന്നത് വരെ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുമൊക്കെ ചിലപ്പോൾ ഭയപ്പെട്ടിരുന്നിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു പേഴ്സൺ വന്ന ശേഷം ഒരുപാട് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണാൻ തുടങ്ങി. ലൈഫിൽ ഗോൾസൊക്കെ സെറ്റ് ചെയ്തു. നിങ്ങളുടേതായിട്ടുള്ളൊരു വിഷനൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തു. അപ്പോൾ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പഠിച്ചു. അപ്പോൾ നിങ്ങളെ എന്ത് കാര്യത്തിൽ എന്ത് പ്രയോറിറ്റി കൊടുത്ത് എന്ത് പ്രവർത്തിച്ച് നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആകണം എന്നൊക്കെയുള്ളൊരു ചിന്ത നിങ്ങളിൽ കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തിക്കും ഈ ഒരു ബന്ധത്തിനും സാധിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ക്രൗൺ ചക്ര, ഈ ഒരു ഏസ് ഓഫ് സോഡിൻ്റെ കാർഡ് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ക്രൗൺ കാണുന്നുണ്ട്. ഈ ഒരു ക്രൗൺ കാണിക്കുന്നത് തന്നെ നിങ്ങളുടെ ഉള്ളിൽ സക്സസ് എന്താണ്, എങ്ങനെ ലൈഫിൽ സക്സസ്ഫുൾ ആകണം, എങ്ങനെ ഒരു വിജയ കിരീടം ചൂടണം, നമ്പർ 1 ആകണം എന്നൊക്കെയുള്ളൊരു പാഷനൊക്കെ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനും നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി വളരെ ക്രിയേറ്റീവായിട്ട് ലോജിക്കലായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൊണ്ടുവരാനും നിങ്ങൾക്ക് അതിൽ പ്രവർത്തിക്കാനും ഒക്കെയുള്ളൊരു ശക്തി, ഒരു ബലം ഈ ഒരു വ്യക്തി വന്ന ശേഷം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി വന്നു പോയ ശേഷം നിങ്ങളിലുണ്ടായിട്ടുണ്ട്. അത് വളരെ വലിയൊരു മേജർ ആയിട്ടുള്ള ഒരു മാറ്റം, ഒരു ചേഞ്ച് നിങ്ങളിൽ ആ വ്യക്തിക്ക് അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് കാർമികമായിട്ടുള്ള എസൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ നിങ്ങളുടെ ഒരു പരിവർത്തനപ്പെട്ട് നിങ്ങളുടെ തന്നെ ഒരു നല്ലൊരു ബെറ്റർ ലെവലിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുള്ളൊരു ബന്ധമാണിത്. അപ്പോൾ നിങ്ങളത് റിയലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇപ്പം ചിന്തിച്ച് നോക്കുക. അതല്ല, നിങ്ങൾ ഇതുവരെ റിയലൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് റിയലൈസ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിവൈനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അയച്ച ഒരു സന്ദേശമായിട്ട്, ഒരു മെസ്സേജ് ആയിട്ട് വേണം നിങ്ങളിപ്പോൾ ഇതിനെ കാണാനായിട്ട്. റീഡിങ് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സോ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരും ടാറോ റീഡിംഗ് പഠിക്കാൻ ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.